ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാളുകൾക്ക് ശേഷം വാട്സാപ്പ് കോണ്ടാക്ട് ലിസ്റ്റിൽ കണ്ണുപരതിയപ്പോൾ തെളിമയായുള്ളൊരു മുഖമായാത്ത ചിരി. എന്തൊക്കെയോ തോന്നുന്നു. വല്ലാത്തൊരവസ്ഥ. വേദനയും നിരാശയും നിസ്സഹായതയൊന്നുമല്ലാത്തൊരവസ്ഥ. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വരാൻ കഴിയാത്ത വിധം ഒരു കല്ലെടുത്ത് വെച്ചതുപോലെ. ആരായിരുന്നു അയാൾ എനിക്ക്? നല്ലൊരു വഴികാട്ടിയോ? അതുമല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചമോ? അതോ? ആ കുറച്ച് നിമിഷം ഞാനൊന്ന് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. അയാൾ പോലും അറിയാതെ എൻ്റെ കൈ പിടിച്ചു നടക്കാൻ പഠിപ്പിച്ചു അയാൾ. എനിക്ക് ആരൊക്കെയോ ആയിരുന്നയാൾ. മണ്ണോട് മണ്ണ് ചേർന്നിട്ടും ഇന്നും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം. ഓരോ നാളിലും എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം. നല്ലൊരു അധ്യാപകനായിരുന്നു, മാന്യൻ. എന്നു മുതലാണ് താൻ അയാളെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ആരോടും അടുപ്പമില്ലാത്ത ആ സ്വഭാവം കണ്ടോ? എപ്പോഴും തൻ്റെ കയ്യിലെ ടച്ച് ഫോണുമായി ബന്ധം പുലർത്തുന്ന ഒരേ ഒരു വ്യക്തിയായതുകൊണ്ടോ? പ്രണയം തീ പോലെ അയാളിൽ പടർന്നതുകൊണ്ടോ? അതോ അവൾക്ക് മറ്റാരെക്കാളും അയാളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടോ? അറിയില്ല. അവൾ മാത്രം അയാളുടെ മറ്റുള്ള ഭാര്യമാരിൽ നിന്ന് വ്യത്യസ്തയായുള്ളൊരു സ്ഥാനം അയാളുടെ മനസ്സിൽ നേടിയെടുത്തിരുന്നു. ഷാജഹാന്റെ പ്രണയത്തിനെക്കുറിച്ച് വാചാലനാവുകയാണ്. ഇന്ന് ആ കുഞ്ഞിക്കണ്ണിൽ വല്ലാത്തൊരു തെളിച്ചമുണ്ട്. പിരിച്ചു വെക്കാൻ പാകത്തിന് ചെറിയൊരു നരകയറിയ മീശ. കൺതടങ്ങളിൽ ചെറിയ രീതിയിൽ നിറമങ്ങിയിരിക്കുന്നു. എങ്കിലും രാജകീയ തേജസ്. ഒരാനച്ചന്തൊക്കെയുണ്ട്. ക്ലാസ്സിലെപ്പോഴോ പ്രണയ വിഷയമായപ്പോൾ അത് താജ്മഹലിലേക്കും പിന്നീട് ആ പ്രണയത്തിന്റെ ജെന്യൂനിറ്റിയെ ചോദ്യം ചെയ്യുന്ന റാംതാരി സിംഗ് ദിനകർ എന്ന പ്രശസ്ത കവിയുടെ താജ്മഹൽ എന്ന കവിതയിലേക്കുമൊക്കെയായി. എപ്പോഴും ഓരോ വിഷയം പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ആ രീതി എനിക്കിഷ്ടമായിരുന്നു. പിന്നീട് ആ സംസാരം കേൾക്കാനൊരിഷ്ടം. പിന്നീട് ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തികച്ചും അപരിചിതനായ വ്യക്തി മാത്രമായിരുന്നു അദ്ദേഹം. എപ്പോഴും തൻ്റെ ഫോൺ മാത്രം നോക്കി നടക്കും. ആളുകളുടെ മുഖത്തേക്ക് ആ നോട്ടം മാറണമെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തെ വിളിക്കണം. ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ പോലും തല ഉയർത്തി നോക്കാത്ത മനുഷ്യൻ. സെമിനാറുകളോ അസൈൻമെൻറ്റുകളോ ഒന്നും തന്നെ തന്നിട്ടില്ല. ഹിന്ദി ബുദ്ധിമുട്ടായി തോന്നിയിട്ട് പോലും ആ സംസാരം കേൾക്കാൻ മാത്രം ഹിന്ദി എടുത്തു എന്ന് പറയുന്നതാവും ശരിക്കും ശരി. അന്നദ്ദേഹം തൻ്റെ 30കളിലായിരുന്നു. ചിരിക്കുമ്പോൾ വല്ലാത്തൊരു ഭംഗിയാണ്. എപ്പോഴൊക്കെ ഒരു ആരാധന തോന്നിപ്പോയി. ഡിഗ്രിക്ക് ശേഷം അതേ കോളേജിൽ തന്നെ PG ചെയ്യുക എന്നത് കൂടുതൽ പേർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാവും. പക്ഷേ വല്ലപ്പോഴുമുള്ള ആ ഒരു ക്ലാസ് കൊണ്ട് മാത്രം, ആ ചിരിയെന്ന് കാണാൻ വേണ്ടി മാത്രം PGക്ക് ഞാൻ ഹിന്ദി എടുത്തു. നേരിട്ട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ വാക്കുകൾ എന്നിൽ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ടായിരുന്നു. PhD ചെയ്യുമ്പോഴും ഇടയ്ക്കിടെ കോളേജിലേക്ക് വരും. ഒരു സഹായത്തിന് വരുന്ന സ്റ്റുഡൻസിനെ നിരാശപ്പെടുത്തി മടക്കിയേക്കാൻ അദ്ദേഹവും താല്പര്യപ്പെട്ടിരുന്നില്ല. അങ്ങനെ ഒരിക്കലാണ് അദ്ദേഹത്തെ കാണാൻ ഞാൻ അവസാനമായി കോളേജിലേക്ക് ചെന്നത്. ഞാൻ അവിടെ ചെന്നപ്പോഴേ കണ്ടത് ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന അദ്ദേഹത്തിനെയാണ്. അതാണ് ആ മനുഷ്യനിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. അത്യാവശ്യത്തിന് മാത്രം ആളുകളെ വിളിക്കുന്ന, മെസ്സേജുകളിലൂടെ മാത്രം സംസാരിക്കുന്ന മനുഷ്യൻ. അകത്തേക്ക് കയറിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇയാൾ വന്നോ? ആ ചോദ്യത്തിനൊരു പുഞ്ചിരി നൽകി ഞാൻ അദ്ദേഹത്തിൻ്റെ ടേബിളിനരികിലേക്ക് ചെന്നു. ഇരിക്ക്. വളരെ ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ മറുപടിയും വന്നു. മെസ്സേജ് അയച്ചാലും ഇങ്ങനെ തന്നെയാവും, കുറച്ച് വാക്കുകൾ മാത്രം. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടേബിളിന് മുമ്പിലായിട്ടിരിക്കുന്ന കസേരയിൽ അദ്ദേഹത്തിൻ്റെ അഭിമുഖമായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ റിസർച്ചിൻ്റെ ഒരു കോപ്പി അദ്ദേഹത്തിന് കൊടുത്തു. കംപ്ലീറ്റ് ആയല്ലേ? ഗുഡ്. അവളൊന്ന് ചിരിച്ചു. അതെ സാർ, സാറിൻ്റെ ഒരു ഒപ്പുകൂടി കിട്ടിയിരുന്നെങ്കിൽ. പറയാനെന്തിരിക്കുന്നു, തൻ്റെ പ്രൊജക്റ്റ് പോലെ ഇത് നന്നാവും. എന്നാലും നോക്കിയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ശരി സാർ. അത്രമാത്രം സംസാരങ്ങളേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ ആ 1-2 വാക്കുകൾക്ക് വേണ്ടി കിലോമീറ്ററുകൾ താണ്ടി ഞാനിവിടെ വരുന്നത്. അദ്ദേഹത്തിനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് ഞാനും ഇറങ്ങി നടന്നു. ഹൃദയം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്ന് വരാതിരിക്കാൻ വല്ലാതെ വാശി പിടിക്കുന്നു. തിരിഞ്ഞു നോക്കിയില്ല ഞാൻ. അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിക്കാണും. അകത്തേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന മെസ്സേജ് ഇങ്ങനെയായിരുന്നു. ഞാൻ വരുന്നില്ലടോ. ഭാര്യക്കാണ്, ഒരു മകനുണ്ട്. സന്തുഷ്ട കുടുംബം. എന്നും സന്തോഷത്തോടെ ഇരിക്കട്ടെ. അന്ന് കണ്ടു പിരിഞ്ഞ ഞാൻ പിന്നെ ആ മുഖം കണ്ടിട്ടില്ല, ആ ചിരി കേട്ടിട്ടില്ല. ആരുടെയോ സ്റ്റാറ്റസിൽ ഒരിക്കൽ കണ്ടു ആളുടെ മരണവാർത്ത. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 50 ഒരു കാർ ആക്സിഡൻറ്റ്. ആകെ ഒരു മരവിപ്പായിരുന്നു. മറ്റൊന്നും കാണാൻ കഴിയാതെ, ചുറ്റുമുള്ളതൊന്നും അറിയാതെ, ചലിക്കാൻ പോലും കഴിയാതെ. എൻ്റെ റൂമിൻ്റെ ഒരു വശത്തായി ടൈലിട്ട തറയിൽ ഞാൻ ചുരുണ്ടുകൂടി. എൻ്റെ 40കളിൽ എന്നെ ആ വാർത്ത വല്ലാതെ തളർത്തിയിരുന്നു. അപ്പുവിൻ്റെ വിളി കേട്ടാണ് ഞാൻ ഫോണിൽ നിന്ന് ചിന്തയിൽ നിന്ന് തലയുയർത്തിയത്. എന്താ മോനെ? അല്ലുവിന് റെയ്ഡ് പോകണമെന്ന്. പോയിട്ട് വാ. 3 പേരും പോകുന്നു നോക്കി ഞാൻ നിന്നു. എൻ്റെ മക്കളാണ്. സാത്വിക എന്ന ഞാൻ വളർത്തിയ എൻ്റെ മക്കൾ. അക്ഷിത്, ആൽവിത, ആദം. അമ്മയെ അവൻ പ്രസവിക്കണമെന്നില്ലല്ലോ. ആ ഒരാളിൽ മാത്രം ചുരുങ്ങിപ്പോയത് കൊണ്ടാവാം മറ്റൊരാൾക്ക് ആ സ്ഥാനം നൽകാൻ കഴിയുമായിരുന്നില്ല എനിക്ക്. എൻ്റെ ഇഷ്ടം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു കരിനിഴലാവാൻ താല്പര്യപ്പെട്ടുമില്ല.
അവരുടെ സന്തോഷത്തിൽ ഞാനും സന്തോഷിച്ചിരുന്നു. ഒരിക്കൽ അല്ലുമോൾ ഒരു വീഡിയോയുമായി എനിക്കരികിലേക്ക് വന്നു. പണ്ടെങ്ങോ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ. ആവേശത്തോടെ കുറേ നേരം എന്നെ കാണിച്ച് തിരിഞ്ഞവൾ എൻ്റെ മനസ്സിൽ ആ ഇൻ്റർവ്യൂവിൻ്റെ വിഷ്വൽസ് ആയിരുന്നു. അതിലൊരു ചെറുപ്പക്കാരനായിരുന്നു ഹോസ്റ്റ്. അയാൾക്ക് എതിർവശം ഇരിക്കുന്ന സ്ത്രീക്ക് ഏകദേശം 40 വയസ്സിന് മുകളിൽ പ്രായം കാണും. കുറച്ച് പേഴ്സണൽ ആണെങ്കിലും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് മേഡം നിങ്ങൾ ഇതുവരെ വിവാഹിതയാവാത്തത്? ഒരിക്കലും സ്വന്തമാവാത്ത ഒരാളെ ഞാൻ അത്രമേൽ തീവ്രമായി പ്രണയിച്ചു പോയി. മറുപടി നൽകിയ 40-കാരിക്ക് തൻ്റെ മുഖമായിരുന്നു. വീണ്ടും വീണ്ടും തെളിമയോടെ അയാളുടെ മുഖം എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തെളിഞ്ഞു നിന്നു. ആ ഇൻ്റർവ്യൂവിൽ ഈ മറുപടി നൽകിയത് എന്തിനാണെന്നറിയില്ല. പിന്നീട് ആ ചോദ്യം അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. പലപ്പോഴായി ഈ ചോദ്യം ഉയർന്നപ്പോഴും മറുപടി പറയാതെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കി എന്നെ ഓർക്കുമ്പോൾ അത്ഭുതമാണ്. പുഞ്ചിരിക്ക് കാരണവും അയാളുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. ആ മുഖം തെളിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എനിക്ക് അയാളോട് പ്രണയമായിരുന്നു എന്ന്. മറ്റൊരാളുടെ സ്വന്തമായതിനെ പ്രണയിക്കുന്ന തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചും ഒരു ചോദ്യമുണ്ട്. ആ പ്രണയം അയാൾ അറിയുന്ന പോലുമില്ല. അവളെ സ്വന്തമാക്കണമെന്ന് പോലും അവൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോഴാ പ്രണയം എങ്ങനെ തെറ്റാവും? സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴല്ലേ അതൊരു തെറ്റാവുന്നു? അയാൾ ആഗ്രഹിക്കുമ്പോഴല്ലേ? അയാൾ ആഗ്രഹിക്കാതെ സ്നേഹിക്കുന്നത് തെറ്റാവുന്നത് എങ്ങനെയാണ്?